നമ്മുടെ നാട്ടിൽ ഫാമിലി വ്ളോഗേഴ്സിന് ഹിറ്റാകാൻ പ്രധാനമായിട്ടും 2 വഴികളാണുള്ളത്. ഒന്നാമത്തെ വഴി സ്വാഭാവികമായിട്ടും ഗർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഫാമിലി വ്ളോഗേഴ്സിന് കിട്ടുന്ന റീച്ച് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. പിന്നെ മില്യൺസിൽ നോക്കിയാൽ മതി. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് കുടുംബക്കാർ തമ്മിലെ വഴക്ക്, പ്രത്യേകിച്ചും അമ്മയും മക്കളും തമ്മിലെ വഴക്ക്. ഇപ്പം നമ്മൾ പ്രശ്നേഷൻ്റെ വിഷയത്തിൽ കണ്ടാണല്ലോ. അത്തരത്തിൽ ഒരു ഫാമിലി വ്ളോഗറിൻ്റെ വഴക്കാണ് ഇപ്പോൾ കമൻറ്റ് ബോക്സുകളിൽ ചർച്ചയായിട്ട് മാറിയിരിക്കുന്നത്. അടുത്ത ഫോർച്യൂണിനുള്ള പരിപാടിയാണോ എന്നൊരു സംശയമുണ്ട്. ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം അവരുടെ കമൻറ്റ് ബോക്സിൽ വന്ന വീഡിയോ നമുക്കൊന്ന് കാണാം. അതിനുശേഷം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അമ്മ കുഞ്ഞിനെ മാത്രം നോക്കിയിരിക്കാതെ മരുമക്കളെ കൂടി ശ്രദ്ധിക്കണം, പാവം ആ കൊച്ച്. അമ്മയെ ആരും ശ്രദ്ധിക്കുന്നില്ല, പാവം തോന്നുന്നു. അനാമികയെ കെയർ ചെയ്യൂ, ഇല്ലെങ്കിൽ ഡിപ്രഷനിലോട്ട് പോകും. ഇതൊക്കെയാണ് കമൻറ്റുകൾ വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അനാമികയുടെ വ്ളോഗിലേക്കാണ് നമ്മൾ പോകുന്നത്. അനാമികയ്ക്ക് ഒരു കുട്ടി ഉണ്ടാകുന്നു. ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. ഈ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ അനാമികയുടെ കയ്യിലേക്ക് കുട്ടിയെ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഈ അമ്മയാണ് കുട്ടിയെ സമ്പൂർണ്ണമായിട്ടും ഹാൻഡിൽ ചെയ്തത്. മാത്രമല്ല അനാമിക ആരും ശ്രദ്ധിക്കുന്നത് പോലുമില്ല. അമ്മ കംപ്ലീറ്റ് ആയിട്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞുണ്ടാകുമ്പോൾ കുഞ്ഞിലേക്കാണ് കൂടുതൽ ഫോക്കസും കാര്യങ്ങളെല്ലാം പോകുന്നത്. എല്ലാവരും ആ വഴിക്കാൻ പോകുന്നു. അനാമികയ്ക്ക് ഡിപ്രഷൻ ഉണ്ടാകും, അനാമിക ആരും ശ്രദ്ധിക്കുന്നില്ല, പ്രസവിച്ച് കഴിയുമ്പോൾ കിട്ടേണ്ട കെയർ കിട്ടുന്നില്ല എന്നൊക്കെയാണ് കമൻറ്റ് ബോക്സുകൾ സംസാരിക്കുന്നത്. ആദ്യം നമുക്ക് എന്താണ് ഇതിൻ്റെ ശരിയെന്ന് നോക്കാം. ആദ്യം ഈ അനാമികയുടെ ഭർത്താവും അവരുടെ അമ്മയും ഇരിപ്പുണ്ട്. അമ്മയുടെ അടുത്താണ് തുടക്കം മുതൽ ബ്ലോഗ് മൊത്തം കുഞ്ഞ് അമ്മയുടെ തന്നെയാണ്. കുഞ്ഞിൻ്റെ അമ്മയുടെ അല്ല, അമ്മയുടെ ഇവരുടെ അമ്മയുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കാണാം. ഇതാട്ടോ അമ്മ അമ്മയുടെ കുഞ്ഞ് ഫുൾ ടൈം അമ്മയുടെ കുഞ്ഞ്. അമ്മ ഫുള്ളി എക്സൈറ്റഡ് ആണ്. ഫുൾ ടൈം കുഞ്ഞ് അമ്മയുടെ തന്നെയാണ്. അനാമിക അവിടെ സൈഡിലും കണ്ടോ മൂലിക്കം കണ്ട് നിൽപ്പുണ്ട്. അനാമിക മൈൻഡ് പോലും ചെയ്യുന്നില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം. അനാമികയിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ ഈ അമ്മയെ ശ്രദ്ധിച്ചോളുക. കുഞ്ഞ് അമ്മയുടെ കയ്യിലാണ്ട് സ്വാഭാവികമായിട്ടും ക്യാമറ ഫോക്കസും ആളുകളുടെ ഫോക്കസും കുഞ്ഞിലേക്ക് പോകും. കുഞ്ഞ് അമ്മയുടെ കയ്യില. ഓക്കെ, പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും കുഞ്ഞ് അനാമികയുടെ തന്നെയാണ്. ഇനി ഇവർ നേരെ വീട്ടിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. വീട്ടിലേക്ക് വരുമ്പോൾ കുഞ്ഞ് ഈ അമ്മയുടെ കയ്യിൽ തന്നെയാണ്. കൊച്ചിൻ്റെ അമ്മ പുറകിൽ കൊച്ചില്ലാതെ ഇരിപ്പുണ്ട്. ഈ അമ്മ സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാതെ ഫ്രണ്ടിൽ കുഞ്ഞിനെ കൊണ്ട് ഇരിപ്പുണ്ട്. സീറ്റ് ബെൽറ്റ് ഇടാതെ ഫ്രണ്ട് സീറ്റ് ഇരിക്കുക എന്നുള്ളത് വളരെ വലിയൊരു റിസ്ക് ആണ്. വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയാൽ തന്നെ, അല്ലെങ്കിൽ ഒന്ന് സഡൻ ബ്രേക്ക് ഇട്ടാൽ തന്നെ വലിയൊരു അപകടമാണത്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ വീട്ടിലേക്ക് പോകുന്ന കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾ ഈ അമ്മയും കുഞ്ഞിനെ ശ്രദ്ധിക്കുക. കൊച്ചിൻ്റെ അമ്മ പുറകിലുണ്ട്, അനാമികയെ കൊണ്ട് ശ്രദ്ധിക്കുക. പുറകിലത്തെ സീറ്റിൽ കുഞ്ഞിൻ്റെ അമ്മ, അതായത് അനാമിക ഇരിപ്പുണ്ട്. ഫ്രണ്ടിലത്തെ സീറ്റിലാണ് അമ്മയും കുഞ്ഞും കൂട്ടിരിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. അത് നമ്മുടെ നാടിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ റോഡിൻ്റെ പ്രശ്നമാണ്. ഒരു സഡൻ ബ്രേക്ക് ഇട്ടാൽ തന്നെ അത് വലിയ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. സോ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് റിസ്ക് എടുക്കാതിരിക്കുക. ഇവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും, അവരുടെ അന്നേരത്തെ കംഫർട്ടിന് നോക്കിയതായിരിക്കും. അപ്പോൾ അത് നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷേ ഹാൻഡിൽ വിത്ത് കെയർ. കുഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതെന്തോ കൊച്ചിനെ കൊണ്ട് ഇവരുടെ അമ്മ അങ്ങ് പോയി. കുഞ്ഞിൻ്റെ അമ്മ അനാമിക അവിടെ, ഞാനാണ് ഇവിടുത്തെ മെയിൻ, എൻ്റെ അടുത്തല്ലേ വരേണ്ടത് എന്നൊരു മൈൻഡ് സെറ്റിൽ നിൽപ്പുണ്ട്. പുള്ളിക്കാരി ആരും മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരിക്ക് കിട്ടേണ്ട ഒരു കെയർ കിട്ടിയില്ല എന്നാണ് കമൻറ്റ് ബോക്സിൽ ഇവരെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന പല ആളുകളും ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഇവരോടുള്ള സ്നേഹം കൊണ്ടാട്ടോ അങ്ങനെ കണ്ടുപിടിച്ചത്. കുഞ്ഞിൻ്റെ അമ്മയ്ക്ക്, ഗർഭം കൊടുത്ത അമ്മയ്ക്ക് അല്ലെങ്കിൽ കുഞ്ഞിനെ കൊടുത്ത അമ്മയ്ക്ക് ഈ സീനിൽ ഒരു റോളും ഇല്ല. പുള്ളിക്കാരി ജസ്റ്റ് കൂടെ നിൽക്കുന്നു. ഈ അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നു, അമ്മ കുഞ്ഞിനെ കൊണ്ട് പോകുന്നു, അമ്മ കൊണ്ട് നടക്കുന്നു. ഈ പുള്ളി, അതായത് കൊച്ചിന് ജന്മം നൽകിയ അമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ നമുക്ക് ഈ ബ്ലോഗ് കാണാനേ സാധിക്കത്തില്ല.
ഓക്കെ, ഈ ബ്ലോഗിനകത്ത് മുഴുവൻ ഈ അമ്മയുടെ തന്നെയാണ് കുഞ്ഞ്. അപ്പോൾ ഇതാണ് കമൻറ്റ് ബോക്സിൽ ഇവരെ താല്പര്യമുള്ള പല ആളുകളും കണ്ടുപിടിച്ചൊരു കാര്യം. ഇതിനകത്ത് കുറച്ച് കമൻറ്റുകൾ വന്നിരിക്കുന്നത്, ആ കൊച്ചിനെ ആരും ശ്രദ്ധിക്കുന്നില്ല, ഈ സമയത്ത് അവളെയല്ലേ ശ്രദ്ധയും കരുതലും മറ്റാരേക്കാളും വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയത് കൊച്ചിനെ എല്ലാവരും ശ്രദ്ധിക്കുന്നു, അമ്മയായാലും ശ്രദ്ധിക്കുന്നില്ല. സ്വന്തം അമ്മയാണെങ്കിലും കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ വരെ കെയർ ആവാം. സ്വന്തം അമ്മയുടെ അവിടെ ആരും എത്തില്ല. സ്നേഹമുള്ള അമ്മമാർ എൻ്റെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇവരെല്ലാവരും പറയുന്നത് ഈ അനാമിക ആരും കെയർ ചെയ്തില്ല, എല്ലാവരും അവരുടെ അമ്മയും കുഞ്ഞിനെയും മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതിനെ തുടർന്ന് അനാമികയും കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി നിങ്ങളെ സ്ഥിരമായിട്ട് കാണുന്നവർ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ചലനം ഉണ്ടാകുമ്പോഴത്തേനും ആളുകൾ അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ അടുത്ത ഫോർച്യൂണറുള്ള പരിപാടിയാണോ എന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഈ അനാമികയുടെയും ഹസ്ബൻഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. അതിനകത്ത് അവർ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഫോർച്യൂണർ കാണാം. കാറിന്റെ മുൻസീറ്റ് ഇരിക്കാത്ത കാരണം ഒന്നാമത്തെ ഇപ്പം അറിയാലോ ഏജ് കുറവാ. ഇപ്പൊ ഒരുപാട് കമന്റും ഉണ്ടായിരുന്നു, ഏജ് കുറവാ, ഈ ഒരു ഏജില് ഇങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് ആ ഒരു എടുക്കാനായാലും ഒക്കെ ഒരു ഒരു ബുദ്ധിമുട്ട് കുഞ്ഞിനെ കൂടെ ബാധിക്കുമെന്ന് വെച്ചിട്ടാണ് അമ്മ കുഞ്ഞിനെ കൂടുതൽ കെയർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇപ്പോൾ അതിനകത്തെ പ്രധാന വിഷയം. ഈ പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്യുന്നത് നല്ല രീതിയിൽ ഇവരുടെ അമ്മ ആ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യും. അതുകൊണ്ടാണ് അമ്മ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത്. ബേസിക്കലി ഒരു അമ്മ ആ മക്കൾക്ക് കൊടുത്ത കെയർ ആണ് അവരുടെ കൊച്ചുമക്കളെ എടുത്ത് കൊണ്ട് നടക്കുക എന്നുള്ളത്. ഒരിക്കലും ഈ കമൻറ്റ് ബോക്സിൽ ആളുകൾ ചിന്തിക്കുന്നത് പോലെ ഇവരെ താറടിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഇവരോട് സ്നേഹമില്ലായ്മയല്ല അവിടെ സംഭവിച്ചെന്നാണ് ഇവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ കൂടുതൽ ഫ്രീ ആക്കിയിട്ട് ആ കുഞ്ഞിനെ അവർ കയ്യിലെടുത്ത് ഒന്ന് കുഞ്ഞിനെ കണ്ടതിൻ്റെ ഒരു ലാളിക്കാനൊക്കെ ഉള്ളൊരു ഇതും കുഞ്ഞിനെ കണ്ടതിൻ്റെ ഒരു സ്നേഹവും ആ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു സ്നേഹമൊക്കെ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ ചെയ്തത്. പക്ഷേ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് മനസ്സിലായത് ഇവരെ കെയർ ചെയ്തില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല സംഭവം എന്നാണ് ഇവർ പറയുന്നത്. അത് മാത്രമല്ല, കാറിന്റെ മുൻസീറ്റ് ഇരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റത്തില്ല. ഞാൻ ബാക്കിലാണ്, എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഇടം ബാക്ക് സീറ്റായിരുന്നു. അത് നിങ്ങൾ പറയുന്നത് പോലല്ല. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻസീറ്റിൽ ഇവരുടെ അമ്മ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ കൊച്ചിനെ സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റില്ല. എന്നാലും കുഞ്ഞിനെ ഫ്രണ്ട് സീറ്റ്, അത്രയും പൊടിക്കുഞ്ഞിനെ ഫ്രണ്ട് സീറ്റ് ഇരുത്തുന്നത് ഒരു വലിയ ശതമാനം റിസ്ക് അതിനകത്തുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കുഞ്ഞാണ്, അതിൻ്റെ മൂല്യം എന്തോരം ഉണ്ടെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. അത് സീറ്റ് ബെൽറ്റ് ഇടാതെ മുമ്പിലിരിക്കുന്നത് റിസ്ക്കാണ്. കാറ് പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ഇട്ടാൽ തന്നെ ഉണ്ടാകാവുന്ന ആഘാതം വളരെ വലുതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒന്നും സംഭവിക്കില്ല. നമ്മളുടെ ഡ്രൈവിങ്ങിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവും, നമുക്കറിയായിരിക്കും. എന്നാലും ഒരു എക്സ്ട്രാ ശ്രദ്ധ കൊടുക്കുക. മാക്സിമം പിൻസീറ്റിൽ തന്നെ കുഞ്ഞിനെ കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കുഞ്ഞുള്ളപ്പോൾ വളരെ സ്ലോ ആയിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. അത് ആൾക്കാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. എൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ പിന്നെ അനാമിക ശ്രദ്ധിക്കുന്നില്ലെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. കാരണം നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് വെറുതെ അതിനകത്ത് കമൻറ്റ് ബോക്സിൽ നെഗറ്റീവായിട്ടിടുന്നു. പക്ഷെ നമ്മളിത് കാണുന്നവർ, ഇപ്പോൾ അനാമിക കണ്ടാലും എൻ്റെ അമ്മ കണ്ടാലും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ അറിയാവുന്നവരും പിന്നെ നിങ്ങൾ കണ്ടാലും അതൊരു നെഗറ്റീവായിട്ട് കണ്ടത്. നിങ്ങൾക്ക് ആക്ച്വലി സംഭവിക്കുന്ന അറിയത്തില്ല. ഞങ്ങൾക്ക് ആണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ വേറെ വീട്ടിലോട്ട് താമസമായി. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹവും അമ്മയും എല്ലാവരോടും ഒന്നിച്ച് ചെയ്യുന്ന അതെല്ലാം റെഡിയാക്കി. ഓക്കെ, ഇവർ അമ്മയും മക്കളും മരുമക്കളുമായിട്ടൊക്കെ ഭയങ്കര സ്നേഹമായിട്ട് പോകുന്നൊരു തരത്തിലാണ് ഇവർ പറയുന്നത്. നിങ്ങളെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തെറ്റ് കണ്ടുപിടിക്കാനായിട്ടിരിക്കുന്ന ആളുകളുണ്ട്, തെറ്റുണ്ടാകും പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നത്തിലേക്ക് ഉണ്ടാകരുത്. നിങ്ങൾക്കിടയിൽ ഒരു ഉരസലുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക. എനിക്കിത് കണ്ടെങ്ങനെ ഉരസലുണ്ടെന്ന് തോന്നിയില്ല കേട്ടോ. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അവർ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത്. ഒന്ന്, കുഞ്ഞിനെ കണ്ട എക്സൈറ്റ്മെൻറ്റ്, ആ കുഞ്ഞിനെ കിട്ടിയതിൻ്റെ സന്തോഷവും കാര്യങ്ങളിലൊക്കെയാണ് അവർ എടുത്തുകൊണ്ട് പോയത്. രണ്ട്, ഇവർക്കൊരു എക്സ്ട്രാ ഒരു ബേർഡനായിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ഭാരം കൊടുക്കണ്ടെന്ന് ചിന്തിച്ചിട്ട് അവരെടുത്തുകൊണ്ട് പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതൊരു സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ബാക്കി കേൾക്കാം. ഒത്തിരി പ്രയാസമാണ്. പ്രത്യേകിച്ച് അമ്മേനെ വെച്ച് നോക്കുമ്പം അമ്മ കുഞ്ഞിലെ ഉണ്ണിയെയും വർഷിച്ചിനെയും വളർത്താനായാലും ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് അമ്മയൊക്കെ ഉണ്ണിയെയും വർഷിച്ചിനെയും പ്രസവിച്ചിരുന്നപ്പോൾ ആരും നോക്കാനും എടുക്കാനും. ഇതിനകത്ത് പ്രധാനമായിട്ടും പറയേണ്ട ഒരു സാധനം ഉണ്ടല്ലോ, ഈ കമൻറ്റ് ബോക്സിൽ ഈ അമ്മയെ കുറ്റപ്പെടുത്തി ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അമ്മയെ ന്യായീകരിച്ച് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. കുറേ മരഭൂതങ്ങൾ അമ്മയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയെ കമൻറ്റ് അടിക്കുന്നത്. അങ്ങനെ കുറേ ഒന്നുമില്ല. അപ്പോൾ ഉണ്ടായിരുന്ന അമ്മയ്ക്ക് സിസേറിയനായിരുന്നു, ഇവർ രണ്ടുപേരും സിസേറിയനായിരുന്നു. അപ്പോൾ അമ്മയ്ക്കുണ്ടായ ആ വേദനയൊന്നും എനിക്ക് വരില്ലെന്ന് വെച്ചിട്ട് എന്നെ അത്രയും ശ്രദ്ധാപൂർവ്വം നോക്കുന്നത് അമ്മ.
ഓക്കെ, നമുക്ക് അതായത് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇവരോടുള്ള കെയറും സന്തോഷവും ഒക്കെയാണ് ആൾക്കാർ കാണിച്ചത്. പക്ഷെ അത് ഇവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ കമൻറ്റ് ബോക്സിൽ പല ആളുകളും മനഃപൂർവ്വമായിട്ട് നെഗറ്റീവ് ഇടുന്ന ആളുകളുണ്ട്. അത് ഈ വീഡിയോ ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഈ ക്രിയേറ്റേഴ്സിനെ നല്ല രീതിയിൽ അഫക്റ്റീവ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് കമൻറ്റ് ഇടാം, ഞാനിപ്പോൾ കാണിച്ച പോലെ സഭ്യമായ മാന്യമായ കമൻറ്റുകൾ ഇടാം. അതിനുള്ള ക്ലാരിഫിക്കേഷൻ അവർ തരികയും ചെയ്തു. നമ്മൾ ചിന്തിച്ചതുപോലെ അല്ല ഗൈസ്, അതൊരു ഫോർച്യൂണറിനുള്ള പരിപാടിയല്ല, അവരിന്ന് സ്നേഹിച്ചതാണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായാലും ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്താം. ഒരു ഫോർച്യൂണർ പരിപാടിയല്ല ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ആവത്തില്ലായിരിക്കില്ലേ? നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കും. മറ്റു വീഡിയോ കാണാൻ. ബൈ.